ദേവദൂതനിലെ പാട്ട് പോലും ആ കരളേതിൻ കൈപ്പിടിച്ചാൽ പോലും എന്തൊക്കെയൊക്കെയോ എവിടെയൊക്കെയോ കുറെ കൂടി ശരിയാക്കാമായിരുന്നു അല്ലേ. എന്തായാലും നമ്മുടെ മലയാളി പ്രേക്ഷകർക്ക് വേണ്ടി ആ ഒരു പാട്ടും കൂടി നമുക്ക് പാടണം. ആ പാട്ടിലേക്ക് എങ്ങനെയാണ് ഒരു സെലക്ഷൻ വന്നത്? ആ പാട്ടിലേക്ക് സെലക്ഷൻ വന്നത് മാക്ടയുടെ ഒരു ഷോ കോഴിക്കോട് നടക്കുകയാണ്. അന്ന് എല്ലാ ലെജൻഡറി സിംഗേഴ്സും ഉണ്ട് അവിടെ. ബാബുക്കയ്ക്ക് വേണ്ടിയിട്ട് ചെയ്യുന്ന ഷോ ആണ്, അദ്ദേഹം മരിച്ചതിന് ശേഷമുള്ള ഷോ ആണ്. അപ്പോൾ അന്ന് അവിടെ സിബി സാറ് ഉണ്ടായിരുന്നു. അപ്പം ചിപ്പിയുടെ ഹസ്ബൻഡ് രഞ്ജിത്തേട്ടനാണ് സിബി സാറിനെ പരിചയപ്പെടുത്തിയിട്ട് ഇങ്ങനെ ഒരു സോങ് ഉണ്ട്, വിദ്യാജിയുടെ സ്റ്റുഡിയോയിൽ പോയി പാടി നോക്കണം എന്ന് പറഞ്ഞ്. അപ്പം എനിക്കതൊന്നും വിശ്വസിക്കാൻ പറ്റുന്നില്ല. കാരണം ഈ ഒരു പടത്തിൻ്റെ ആഡ് ഞാൻ അന്ന് കോഴിക്കോട്ടേക്ക് ട്രാവൽ ചെയ്യുമ്പോൾ വെള്ളി നക്ഷത്രം മാസികയിൽ കണ്ടു. അപ്പോൾ ദേവദൂതൻ എന്ന ചിത്രം സിബി മലയിൽ ഡയറക്ടർ കോക്കോസ് ഫിലിംസ് അത് ലാലേട്ടൻ ഒരു പ്രത്യേക ഇതിൽ വരാൻ വേണ്ടി പ്രകൃതി ചികിത്സ എടുക്കുന്നു. ഇതൊക്കെ വായിച്ച് അവിടെ മടക്കി വെച്ച ആ വെള്ളി നക്ഷത്രത്തിലെ അതേ പടത്തിന് വേണ്ടിയിട്ട് സിബി സാർ എന്നോട് അത് പോയിട്ടൊന്ന് പാടാൻ പറയണം. അപ്പോൾ എനിക്കത് വിശ്വസിക്കാൻ പറ്റുന്നുണ്ടായില്ല. വെറുതെ പോയി പാടി ട്രാക്ക് തന്നെയാണെന്നുള്ള ഇതിലായിരുന്നു. അതെ അതെ, 2 പാട്ട് പാടി, പൂവേ പൂവേയും പാടിയിരുന്നു. പക്ഷെ ഇതിൽ രണ്ടിലേതെങ്കിലും ഒന്ന് തന്നെ ഉണ്ടോന്ന് തന്നെ അറിയണ്ടായിരുന്നില്ല. അങ്ങനെ പാടി പോന്നു. പിന്നെ അത് പാരലായിട്ട് ഇവർ കേട്ട് കുഴപ്പമില്ല, ഓക്കെയാണ്, മിടുക്കിയാണ് നമ്മുടെ കുട്ടിന്ന് മനസ്സിലാക്കി അവരെ പാട്ടൊക്കെ വെച്ചു. എന്തായാലും നമുക്കൊന്ന് കേട്ട് കളയാം ആ ഒരു പാട്ട്. പല്ലവി പാടാം. കരളേ നിൻ കൈ പിടിച്ചാൽ കടലോളം വെണ്ണിലാവ്, കണ്ണിൻ കാഴ്ചയിൽ നീ കുറുകുന്നൊരു വെൺപിറാവ്, മന്ത്രകോടി നെയ്തൊരുങ്ങി പള്ളിമേട പൂത്തൊരുങ്ങി കാരുണ്യത്തിരികളൊരുങ്ങി ഇന്നും ഈ പാട്ട് കേൾക്കുമ്പോൾ ഒരുപാട് പേർക്ക് പ്രണയിക്കാൻ തോന്നുന്നത്. ഈ പാട്ട് ആ സമയത്ത് എല്ലാ കല്യാണ വീഡിയോയിലും ആ പെണ്ണും ചെക്കനും വരുന്ന കാണുന്ന സമയത്ത് ഈ പാട്ട്. ചേച്ചിയുടെ കല്യാണം അന്ന് കഴിഞ്ഞിരുന്നു ഈ പാട്ട് പാടിയപ്പോ? ഞാൻ മോന് 6 months പ്രഗ്നന്റ് ആയപ്പോഴാണ് പാടിയത്. പക്ഷെ ഈ പാട്ട് ഇറങ്ങി കഴിഞ്ഞപ്പോ എന്റെ അമ്മാവന്മാരുടെ കല്യാണമൊക്കെ അടുപ്പിച്ച് നടന്നു. എല്ലാവർക്കും കരളേ നീൻ കൈ പിടിച്ചാലായിരുന്നു കല്യാണ കാസറ്റിൽ. അല്ല, ഒരു തമാശയുള്ള വെച്ചാല് ഞാൻ പ്രോഗ്രാമിന് സ്റ്റേജിന്റെ പാടുമ്പോ സ്റ്റേജിന്റെ പിന്നിൽ ചില കപ്പിൾസ് വരും മീറ്റ് ചെയ്യാനായിട്ട്, കാണാനൊക്കെ വരുമ്പോൾ, ചേച്ചി ഞങ്ങള് പ്രേമിച്ച് കല്യാണം കഴിച്ചവരാണ്, ഞങ്ങളുടെ പ്രേമിക്കുന്ന സമയത്തെ പാട്ടാണിത്, ഞങ്ങൾ ഒളിച്ചോടിയവരാണ്. അങ്ങനെ ഒളിച്ചോടി പോയ ആൾക്കാർ തന്നെയാണ് കേട്ടോ. ഒരു 3-4 പേര് വന്ന് പ്രചോദനം പോലെ. അങ്ങനെയാണ് നിങ്ങളുടെ പ്രേമ വിവാഹമായിരുന്നു? അതെ ആയിരുന്നു. പക്ഷെ ഒളിച്ചോട്ടൊന്നും ഒന്നുമില്ലായിരുന്നു. അപ്പോ ഇനി നമുക്ക് ഇദ്ദേഹത്തിന്റെ അച്ഛൻ, നമ്മളെല്ലാവരും ബഹുമാനിക്കുന്ന കാവാലം ശ്രീനാരായണ പണിക്കർ സർ, അദ്ദേഹത്തിന്റെ ഒരു അച്ഛൻ അല്ലെങ്കിൽ ഗുരു എന്നൊക്കെ പറയുമ്പോൾ ചേട്ടന്റെ മനസ്സിൽ ആദ്യം വരുന്ന കാര്യങ്ങൾ എന്താണ്? എങ്ങനെയായിരുന്നു വീട്ടിലെ അദ്ദേഹവും പുറമെയുള്ള അദ്ദേഹവും ഒക്കെ? വീട്ടില് നിത്യ ഒരു എന്താ പറയുക, ഒരു ടൈം ടേബിൾ പോലെ പുള്ളി അത് രാവിലെ കാലത്ത് എണീറ്റിട്ട് എന്തെങ്കിലും തർജ്ജിമകൾ, ഇപ്പൊ ഭാഗവതമായിരുന്നു, 10-50 വർഷത്തോളം ഭാഗവതം തർജ്ജിമ സമയമെടുത്ത് ചെയ്തു. അത് കഴിഞ്ഞ് ചിലപ്പം നടക്കാനൊക്കെ പോകും. പിന്നെ നാടക പ്രവർത്തനം, ഒരു 10 മണിയാകുമ്പോൾ ചിലപ്പം നാടക പ്രവർത്തനങ്ങൾ ആയും, അതിൻ്റെ റിഹേഴ്സൽ വൈകിട്ട്. പിന്നെ ആരെങ്കിലും ഡിസ്കഷൻ ഇങ്ങനെയൊക്കെ വരുന്ന അവരൊക്കെ അത് ആ സമയത്താണ് ഈ അച്ഛൻ്റെ ഈ എന്താ പറയുക, യാതൊരു ഒരു മറയില്ലാണ്ട് അച്ഛനെ ഇങ്ങനെ ഈ അച്ഛൻ്റെ നോളജ് ഇങ്ങനെ പകർന്നു കൊടുക്കുന്ന കാണുന്ന ഒരു അത് ഭയങ്കര എനർജിയാണ്. അച്ഛന് അത് ഭയങ്കര എനർജിയാണ്. അച്ഛൻ്റെ ഒരു ഇഷ്ടപ്പെട്ട ഗാനം എന്ന് പറയുമ്പോൾ എന്താ മനസ്സിൽ വരുന്നത്? ഒത്തിരി ഗാനങ്ങളുണ്ട്. അച്ഛനെ ഇപ്പൊ പൊതുവേ ക്ലാസിക്കലോട് ഇഷ്ടമല്ല അച്ഛന്. ഇഷ്ടമല്ല? അല്ല, നാടൻ എപ്പോഴും ഫോക്ക്. അല്ല, അച്ഛൻ ചൊല്ലുന്ന കവിതകൾ പോലും ഒരു ഫോക്ക്. അച്ഛൻ എഴുതിയ കവിതകൾ മെജോറിറ്റിയും ഒരു ഫോക്ക് ടൈപ്പാണ്. ക്ലാസിക്കൽ രീതിയിൽ എനിക്ക് ചൊല്ലാൻ പറ്റുന്നത് വളരെ കുറച്ച് കവിതകളും. അതെ, അച്ഛൻ എഴുതി നമ്മുടെ MG രാധാകൃഷ്ണൻ സാറ് സംഗീതം നൽകിയ ഒരു പാട്ടുണ്ട്. അത് വേണം നമുക്ക് ഒരുമിച്ച് പാടാം. കറുകറ. അത് കറുകറ പാടിയിട്ട് ഞാൻ പിന്നീട് അത് വേറൊരു പാടാം, ഞങ്ങൾ ഒരുമിച്ചുള്ള പാടാം. ഇപ്പൊ ഞങ്ങൾക്ക് അത് കറുകറ പാടാം. ശരി. കറുകറക്കാർ മൂക്കിൽ കൊമ്പനാന പുറത്തേറിയെഴുന്നള്ളും മൂർത്തേ,
കറുകറക്കാർമൂക്കിൽ കൊമ്പനാന പുറത്തേറിയെഴുന്നള്ളും ഊർത്തേ ജിഗി ജിഗി തക്കം തെയ്തൈ ജിഗി ജിഗി തക്കം തെയ്തൈ ജിഗി ജിഗി തക്കം തെയ് ജിഗി ജിഗി തക്കം തെയ് ജിഗി ജിഗി തക്കം തെയ് കർക്കിടകത്തേവരേ കർക്കിടകത്തേവരേ കുടം 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 നീ വാർത്തേ ആ കറുകറക്കാർമൂക്കിൽ കൊമ്പനാന പുറത്തേറിയെഴുന്നള്ളും ഊർത്തേ ജിഗി ജിഗി തക്കം തെയ്തൈ ജിഗി ജിഗി തക്കം തെയ്തൈ ജിഗി ജിഗി തക്കം തെയ് ജിഗി ജിഗി തക്കം തെയ് ജിഗി ജിഗി തക്കം തെയ് താങ്ക് യു.